മമ്മൂട്ടി എന്ന മെഗാസ്റ്റാറിന് വയ്യ 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 അങ്ങേർക്ക് വയ്യ അഭിനയിക്കാനൊന്നും അറിയില്ല. ചുമ്മാ എന്തോ കോലാഹലമൊക്കെ ഒപ്പിക്കുന്നു. ഒരുമാതിരിയുള്ള അഭിനയം. പ്രായമായ വീട്ടിലിരിക്കണം, അഭിനയം നിർത്താറായി, ചുമ്മാ ഓരോ ഷോ. ഇങ്ങനെ ഇങ്ങനെ സംസാരിച്ച് മമ്മൂട്ടിയുടെ അഭിനയത്തിൻ്റെ ആ ഒരു എന്താ പറയണ കൃത്യമായ രീതിയിലൂടെ മുന്നോട്ട് പോകുന്ന ആ കരുത്തിനെ കാണാതെ ചുമ്മാ കലപില കൂട്ടുന്ന കുറേ അലവലാദികൾ സോഷ്യൽ മീഡിയയിലുണ്ട്. അവർ ചുമ്മാ കിടന്ന് ഇങ്ങനെ പറയണം മമ്മൂട്ടിക്ക് വയ്യ. മമ്മൂട്ടിയുടെ ഏതെങ്കിലും ഒരു സിനിമ പരാജയത്തിൻ്റെ വക്കിലേക്ക് ഒന്ന് കടന്നുപോയി ആ സിനിമയുടെ ആ സീനുകളും ആ സിനിമയിലെ മോശമായിട്ടുള്ള മമ്മൂട്ടിക്ക് വീഴ്ച പറ്റിയെന്ന് തോന്നാവുന്ന സീനുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പെറുക്കിക്കൂട്ടി കൊണ്ടുവരും. എന്നിട്ട് ഇങ്ങനെ ഇരുന്ന് ചുമ്മാ ഇരുന്നുകൊണ്ട് ചലപില കലപില പറഞ്ഞുകൊണ്ടിരിക്കും. വയ്യ, ഓരോ ശോകം, എന്തോരോ പടം. ഒരു സിനിമ വിജയിക്കണമെങ്കിൽ അതിൻ്റെ തിരക്കഥ അതിന് പൂർണ്ണമായ നട്ടെല്ലും കരുത്തും കൊടുക്കുന്നു. തിരക്കഥയെ മുന്നോട്ട് കൊണ്ടുവരുന്നതും തിരക്കഥയ്ക്ക് കൂടുതൽ ഊർജ്ജം നൽകുന്ന അതിലെ പ്രധാന നടൻ തന്നെയാണ്. മമ്മൂട്ടിയുടെ ഒട്ടുമിക്ക സിനിമകൾ എടുത്ത് നോക്കും. മമ്മൂട്ടിയുടെ ഒരു ലോഡ് സിനിമകളുണ്ട്, ഒരു ചാക്ക് കണക്കിന് സിനിമകളുണ്ട്. ആ സിനിമകളുടെ അഭിനയം ഒന്നും നല്ലത് എന്ന് പറയാനുള്ള ആ ഒരു കരുത്ത് കാണിക്കാത്ത ടീംസാണ് ഏതെങ്കിലും ഒരു സിനിമയിലെ ഏതെങ്കിലും ഒരു സീൻ എടുത്തിട്ട്, ഇപ്പം ഈ അടുത്തിറങ്ങിയ ഒരു സിനിമയാണെങ്കിൽ ആ സിനിമയിലെ ഏതെങ്കിലും ഒരു ഭാഗം എടുത്തിട്ട് അതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്താ അഭിനയം, ഇവന്മാർക്ക് പറ്റോ ഈ കുറ്റം പറയുകയും ഈ ചളി അടിക്കുകയും ചെയ്യുന്ന ഈ വയ്യ വയ്യ എന്ന് പറയുന്ന ഈ വയ്യായികൾക്ക് പറ്റുമോ ഇതേപോലെയുള്ള മമ്മൂട്ടി അഭിനയിച്ച് വെച്ച പോലുള്ള സിനിമകളൊന്ന് അഭിനയിച്ച് ഒന്ന് കരുത്താക്കാൻ പറ്റുമോ? എന്തിന് ഇവർ ഈ അടുത്തിറങ്ങിയ കുറച്ച് ചിത്രങ്ങൾ നോക്കൂ. അദ്ദേഹത്തിന് ഇപ്പം എത്ര വയസ്സിലേ എത്തി നിൽക്കുന്നു? 70 വയസ്സിലേറെയായി അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. ടർബോ അതിലെ വേഷം ചെയ്യാൻ പറ്റുമോ? അതിലുള്ള ആ ഒരു ചെറിയ, അതിൽ വലിയതായിട്ടുള്ള ഒരു മുഖഭാവം വെച്ചുള്ള അഭിനയമൊന്നും വേണ്ടല്ലോ. അങ്ങനെയുള്ള ചെറിയ വേഷങ്ങളാണെങ്കിൽ പോലും ഇവർക്ക് ചെയ്യാൻ പറ്റുമോ? ഈ പ്രായത്തിലും അദ്ദേഹം ചെയ്യുന്ന ആ ഒരു കരുത്തുണ്ടല്ലോ, അതിന് നമ്മൾ നമസ്കരിക്കണം. അത് വേറെ ഒരു ഭാഷകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത്ര ഭംഗിയായിട്ട് അഭിനയിക്കുന്ന ഒരു നടനെ കാണാൻ കിട്ടില്ല ഇത്രം പ്രായത്തിൽ. അത് മമ്മൂട്ടി ജ്വലിച്ച് നിൽക്കുന്ന താരം തന്നെയാണ്. മമ്മൂട്ടിയുടെ എന്തെങ്കിലുമൊക്കെ ഒരു കുറവുണ്ടെങ്കിൽ അതിനെ പൊക്കി പിടിച്ചുകൊണ്ട് വരും. ഇപ്പം മമ്മൂട്ടിക്ക് പൊതുവെ ഞാനത് പൂർണ്ണമായിട്ട് ഉറപ്പ് പറയുകയാണ്, മമ്മൂട്ടി ഡാൻസ് ചെയ്യുന്ന കാര്യത്തിൽ മമ്മൂക്ക വളരെ ഇത്തിരി പുറകോട്ടാണ്. അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ കൊണ്ട് ഡാൻസ് അത്ര വഴങ്ങാറില്ല. അത് കുറേ സിനിമകളായിട്ട് കാണുന്നത്. എങ്കിലും ആ കഥാപാത്രത്തിന് ഡാൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെറിയ രീതിയിലാണ് പോലും അദ്ദേഹം ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ കൂടുതലും അത് ട്രോളർമാർ അതിനെ ആഘോഷിച്ച് സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. ഈ ട്രോളർമാർക്ക് മമ്മൂട്ടി അഭിനയിച്ച പോലെ പൊന്തന്മാടയിലോ മൃഗയിലോ വിധേയലിലോ ഒക്കെ സീനുകളൊന്നും അഭിനയിക്കാൻ പറ്റുമോ? എന്തിന് ഈ അടുത്തിറങ്ങിയ ഭ്രമയുഗം എന്ന സിനിമയിലെ, ലോക സിനിമ തന്നെ പഠിക്കാനെടുത്ത ഭ്രമയുഗത്തിലെ കൊടുമ്പൻ പോറ്റിയായിട്ട് ഒന്ന് മാറാൻ പറ്റുമോ? ഒറ്റ മുണ്ടെടുത്ത് വന്ന് എല്ലാവരെയും വിസ്മയിപ്പിച്ച കൊടുമ്പൻ പോറ്റിയായിട്ട് ഒരു ചെറിയ സീനൊന്നും അഭിനയിക്കാൻ പറ്റുമോ? ഈ വയ്യായി എന്ന് പറയുന്ന യൂട്യൂബിലെ വലിയ കേമന്മാർക്കും അഭിനയിക്കാൻ പറ്റുമോ? ഇവന്മാർക്ക് പറ്റും. ഇവന്മാർക്കൊന്നും പറ്റില്ല. ഇവന്മാർക്കെന്നല്ല, ഇങ്ങനെ കുറ്റം പറയുന്ന ടീംസിനൊന്നും പറ്റില്ല. അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന് പറഞ്ഞാൽ സിനിമയിലൂടെ മമ്മൂക്ക കടന്നു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരം തന്നെ ഒരു മെലിഞ്ഞ ടൈപ്പായിരുന്നു. ഞാൻ മെലിഞ്ഞതെന്ന് പറഞ്ഞ് കുറച്ചായിട്ട് പറയുകയല്ല. പക്ഷെ അദ്ദേഹം പിന്നീട് ചെയ്ത കഥാപാത്രങ്ങളുണ്ടല്ലോ, അത് കരുത്തുറ്റവയായിരുന്നു. ഓരോ സിനിമകളിൽ നിന്നും ഓരോ സിനിമകളായിട്ട് പഠിച്ച് അദ്ദേഹം നല്ലതുപോലെ ഓരോ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകി. അദ്ദേഹം ചെയ്ത തനിയാവർത്തനമൊക്കെ ഇന്നും നെഞ്ചിൽ തറച്ചു നിൽക്കുകയാണ്. വല്യേട്ടൻ, തനിയാവർത്തനം, ഒരു പിടി ചിത്രങ്ങൾ, പാലേരി മാണിക്യം, അങ്ങനെ എത്ര മികവുറ്റ ചിത്രങ്ങൾ അദ്ദേഹം ചെയ്തു തീർത്തു. ആ ചിത്രങ്ങളിലെ അഭിനയത്തിൻ്റെ കഴിവും കരുത്തും ഇന്ന് പല നടന്മാർക്കും ഇന്ന് അത് റീമേക്ക് ചെയ്യുമ്പോൾ ചെയ്യാൻ സാധ്യമല്ല. അതുപോലെ ചെയ്തു വെച്ച വിശേഷണമുള്ള നടനാണ് മമ്മൂട്ടി എന്ന മെഗാസ്റ്റാർ. പിന്നെ ഒരു സിനിമ എന്ന് നമ്മൾ കണക്കിലെടുക്കുമ്പോൾ ആ സിനിമ ശരിക്കും പറഞ്ഞൊരു പുസ്തകം പോലെയാണ്. ഒരു പുസ്തകത്തിൽ എത്ര പേജുകൾ ഉണ്ടാവും, അതേപോലെ ആ സിനിമയിൽ സീനുകളുണ്ട്. ആ പുസ്തകത്തിലുള്ള കഥ പൂർണ്ണമായിട്ട് തന്നെ പറയണം. അത് ഈ സിനിമയും പറയുന്നു. പക്ഷേ അതിലെ കഥയ്ക്ക് എന്തെങ്കിലും വീഴ്ച സംഭവിച്ചാൽ ആ സിനിമ പരാജയത്തിൻ്റെ വക്കിലേക്ക് കൂപ്പുകുത്തി പോകും, അത് ഉറപ്പാണ്. പക്ഷേ ആ പരാജയം മൊത്തം ഇതിലെ പ്രധാന നടനെ തലയിൽ കൊണ്ടുപോയി കെട്ടിവെക്കുന്ന തരത്തിലുള്ള ഓരോ വളിച്ച വർത്തമാനങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ അരങ്ങേറുന്നത്. അല്ലാതെ മമ്മൂട്ടി എന്ന നടൻ അദ്ദേഹത്തിന് ഇനി ഒന്നും തെളിയിക്കാനില്ല. അഭിനയിച്ച് അദ്ദേഹം കരുത്തുറ്റതാക്കിയ കഥാപാത്രങ്ങൾ എടുത്തു വെച്ചാൽ തന്നെ അതിൽ നിന്ന് പുതിയ പിള്ളേർക്ക് പഠിക്കാനുള്ള കുറേ സംഭവങ്ങളുണ്ട്. 70 വയസ്സിലേറെ പ്രായത്തിലേക്ക് എത്തി നിന്നിട്ടും അദ്ദേഹം ഇപ്പോഴും യങ്ങായിട്ട് കരുത്തായിട്ട് അഭിനയിക്കാൻ നടക്കുന്നതിൻ്റെ രഹസ്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അതിനോടുള്ള അഭിനിവേശമാണ്. സിനിമയോടുള്ള വളരെ പെരുത്ത് ഇഷ്ടമാണ്. ആ ഇഷ്ടമാണ് അദ്ദേഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അല്ലാതെ അദ്ദേഹം പൈസക്കോ, ഇനി അദ്ദേഹത്തിന് പൈസയോ കോടി രൂപയോ ഒന്നും ഉണ്ടാക്കി വെച്ച് കൂട്ടി വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ അദ്ദേഹത്തിന് സിനിമ എന്ന് പറയുന്ന ആ ഒരു ജ്വലിക്കുന്ന
സൂര്യന് വേണ്ടിയിട്ട് അദ്ദേഹം ഇപ്പോഴും അടുത്തടുത്ത് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം സിനിമ നടനാവാൻ വേണ്ടി ജനിച്ച മനുഷ്യൻ തന്നെയാണ്. അതിലൊരു തെറ്റും പറയാനില്ല. അവതാരപ്പിറവ് തന്നെയാണ് മമ്മൂക്ക എന്ന മെഗാസ്റ്റാർ. അദ്ദേഹത്തിൻ്റെ ഓരോ ചിത്രങ്ങളും അതിനൊത്ത ഉദാഹരണങ്ങളായി വജ്രക്കല്ലുകളായിട്ട് തിളങ്ങി തന്നെ നിൽക്കുകയാണ്. പക്ഷേ ഈ ഒച്ച വയ്ക്കുന്നവർ ഓരോ ഭാഗത്ത് കിടന്ന് ഒച്ച വെച്ചുകൊണ്ടിരിക്കും. പിന്നെ വേറൊരു സംഭവം കൂടിയുണ്ട്. മമ്മൂക്കയുടെ സൗന്ദര്യത്തിനെ പറ്റി ഒരുപാട് പേര് ഇങ്ങനെ പൊക്കിയടിച്ച് പണ്ട് മുതലേ കേൾക്കുന്നതാണ്. അദ്ദേഹത്തിന് എന്നാ ഗ്ലാമർ, എന്നാ സൗന്ദര്യം, എന്നാ ഭംഗിയാന്നും പറഞ്ഞു. അത് നമ്മൾ അങ്ങനെ എപ്പോഴും ഇങ്ങനെ എടുത്ത് ഓവറായിട്ട് ചളിയാക്കി എപ്പോഴും പറഞ്ഞ് അതിൻ്റെ വില തന്നെ ഇല്ലാതാക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിൻ്റെ സൗന്ദര്യം അടിപൊളിയാണെന്ന്. അദ്ദേഹം ഒരിടത്തും പറഞ്ഞിട്ടില്ല എൻ്റെ ഗ്ലാമർ സൂപ്പറാണെന്ന്. അദ്ദേഹം ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഈ പുറമേ നിൽക്കുന്നവരാണ് ഈ ഒച്ച വെച്ച് പലതും പറഞ്ഞു കൂട്ടുന്നത്. അദ്ദേഹം ആ ഒരു ശരീര സൗന്ദര്യം നോക്കുന്നതിൻ്റെ പ്രധാന രഹസ്യം അദ്ദേഹം ഓവറായിട്ട് ഫുഡ് കഴിക്കുന്നില്ല. അദ്ദേഹം കൃത്യമായ രീതിയിലുള്ള ഒരു വ്യായാമ മുറകളൊക്കെ സ്വീകരിക്കുന്നു. പിന്നെ അദ്ദേഹം മദ്യപാനമോ ഒരു തരത്തിലുള്ള ദുശീലത്തിൻ്റെ പുറകെയും പോകുന്നില്ല. അപ്പം അങ്ങനെയൊക്കെ നോക്കുന്ന ഒരു മനുഷ്യൻ ആ കഥാപാത്രത്തിന് വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള ശാരീരികമായിട്ടുള്ള ഘടനയ്ക്കൊക്കെ വ്യത്യാസം വരുത്തും. പിന്നെ അതുപോലെ തന്നെ ഏത് തരത്തിലുള്ള സിനിമകളും കണ്ട് ആ സിനിമകളെ കൃത്യമായ രീതിയിൽ അദ്ദേഹം പഠിക്കാൻ ശ്രമിക്കുന്നു. ലോകം മുന്നോട്ട് പായുമ്പോൾ അതിനൊപ്പം പായുന്ന നടനാണ് മമ്മൂട്ടി. മമ്മൂട്ടി എന്ന നടൻ്റെ പഴയ സിനിമ എടുത്താലും ഇപ്പോഴത്തെ സിനിമ എടുത്താലും നമുക്ക് അതിലെല്ലാം ഒരേ മമ്മൂട്ടിയാണ് കാണാൻ സാധിക്കുക. അല്ലാതെ പണ്ടത്തെ മമ്മൂട്ടിയെ ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ല. അദ്ദേഹം എവിടെയോ പോയി, എങ്ങോട്ട് പോയി എന്നറിയില്ല എന്ന തരത്തിലുള്ള ഒരു വർത്തമാനവും ഒരാളുടെ വായിൽ നിന്നും ഇതുവരെ ആരും കേട്ടിട്ടില്ല. അപ്പം മമ്മൂക്കക്ക് വയ്യ, മമ്മൂക്ക അഭിനയം നിർത്താറായി, മമ്മൂക്ക പ്രായമായി വീട്ടിലിരിക്കണം എന്നൊക്കെ പറയുന്ന ഓരോരോ പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നവർ ശ്രദ്ധിക്കണം. നിങ്ങൾക്കും പ്രായമാകൂടവേ. നിങ്ങൾക്ക് ഇതുപോലെയുള്ള അഭിനയിക്കാനൊന്നും അന്നും പറ്റില്ല. പക്ഷേ മമ്മൂട്ടിക്ക് പറ്റും. അദ്ദേഹത്തിൻ്റെ അഭിനയത്തിൻ്റെ കരുത്തിനെ നമുക്ക് ഒരു ചുരുക്കം വാക്കുകൾ കൊണ്ട് എഴുതി പൂർത്തീകരിക്കാൻ പറ്റില്ല. അപ്പം അത് മനസ്സിലാക്കുക. അപ്പം അങ്ങനെ ചുമ്മാ കുറേ വളിച്ച വർത്തമാനങ്ങൾ പറഞ്ഞു കൂട്ടുന്നവർ ഒരു ചൂണ്ടയൊപ്പിക്കുക. എന്നിട്ട് അതിൽ ഒരു ഇരയൊക്കെ കൊത്തിയിട്ടിട്ട് ഏതെങ്കിലും കുളത്തിലോ പുഴയിലോ കൊണ്ടുപോയിട്ട് ഇട്ട് മീൻ പിടിക്കൂ. എന്നിട്ട് ആ മീനൊന്ന് പൊരിച്ച് കുറച്ച് ചോറോ കഞ്ഞിയൊക്കെ ആയിട്ട് കഴിച്ച് മമ്മൂക്കയുടെ ഏതെങ്കിലും സിനിമയൊക്കെ ഇരുന്ന് കണ്ട് അഭിനയം എന്താണെന്ന് പഠിക്ക്. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.